കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനമെന്നാണ് പറഞ്ഞത്. ഇപ്പം അഭിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്നറിയാം. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അതിന് സാഹചര്യം ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഇപ്പം ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയട്ടെ. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ, വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനം പരിഗണിച്ച് വേണം തീരുമാനം എടുക്കാൻ.